എനിക്കാണെങ്കിൽ പ്രകൃതി രമണീയത ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ഞാനിങ്ങനെ ഏതെങ്കിലും പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന പതിവാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ നടന്നപ്പോൾ എടുത്ത വീഡിയോ കണ്ടത്. തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് വേണം എനിക്ക് വലിയൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള നാരകത്തിന്റെ ഇല പൊട്ടിക്കാനാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പറമ്പിൽ നനച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ പെട്ടെന്നാണ് കറണ്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അച്ഛൻ അതാണ് വന്ന് നോക്കുന്നത്, ഇനിയിപ്പോ കറണ്ട് വരുമോ, ഇനി എപ്പോഴാണ് വരിക എന്നൊക്കെ ആലോചിച്ച് അച്ഛൻ നിൽക്കുവാണ്. അപ്പൊ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്താൽ ഓർത്തിട്ട് ഇങ്ങനെ നടക്കുകയാണേ. ചുമ്മാ നമുക്ക് വീഡിയോസ് എടുക്കാമല്ലോ, പിന്നത്തേക്കുള്ള മെമ്മറീസ് ആണല്ലോ. പന്ന കൊതുക് ഈ വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല, എന്ത് കഷ്ടമാണ് നോക്ക്. കുറെ നേരം ഒരു കൊതുക് മൂളിപ്പാട്ട് പോലെ കിടക്കണം. പെട്ടെന്ന് ഞാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതിന് സമയവും വേണം, കുറെ കാര്യങ്ങൾ ചെയ്യാനും ഉണ്ട്. നമ്മളാണെങ്കിൽ ഇതിലേക്ക് ഒരു 4 തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അത് ഫ്രൈ ചെയ്ത് വന്നപ്പം അതിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെയാണെങ്കിൽ ഇത് ചെയ്തപ്പോൾ വീഡിയോ എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാത്തിനും കൂടെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. നമുക്ക് ചമ്മന്തിപ്പൊടിയായിരുന്നു ഇമ്പോർട്ടൻറ്റ്. സോ ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാനായിട്ടുള്ളൊരു ഓർമ്മയും പോയിട്ടുണ്ടായിരുന്നില്ല, അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി നല്ല എരിവും ഉണ്ടായിരുന്നു കേട്ടോ. വറ്റൽമുളകും പിന്നെ കുറച്ച് കുരുമുളകും കൂടി പോകുന്ന ഡൗട്ട് ഉണ്ട്. പക്ഷെ ഒരുപാട് കാലത്തേക്ക് ഇരിക്കാനാണെങ്കിൽ അത് നല്ലതാണ്. പെട്ടെന്ന് നാശമായി പോവാതിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ പെട്ടെന്ന് തീർന്നും പോകത്തില്ല അല്ലോ. പിന്നെ ഞാനാണെങ്കിൽ എന്തുണ്ടാക്കിയാലും അച്ഛനായിട്ടാ കഴിക്കാൻ കൊണ്ട് കൊടുക്കാറ് ആദ്യം. കാരണം ടേസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് അച്ഛൻ പറയും കേട്ടോ. എരിവ് കൂടുതലാണ്.